ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമേജസ് എല്ലാം കൂട്ടിയിട്ട് ഒരു സിംഗിൾ PDF എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇതിനായിട്ട് 2 മാർഗ്ഗങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ഇമേജ് മാജിക് എന്നൊരു സോഫ്റ്റ്വെയറും രണ്ടാമത്തേത് image.pdf എന്നൊരു സോഫ്റ്റ്വെയറാണ്. ഇത് രണ്ടും ഓപ്പൺ സോഴ്സ് പ്രൊജക്ട്സ് ആണ്. അതുപോലെ തന്നെ കമാൻഡ് ലൈൻ ബേസ് ആയ ആപ്ലിക്കേഷൻസ് ആണ്. നിങ്ങളൊരു മാക്ക് അല്ലെങ്കിൽ വിൻഡോസ് യൂസർ ആണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ image.org എന്ന അവരുടെ സൈറ്റിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് ടെർമിനലിൽ പോയിട്ട് ജസ്റ്റ് sudo apt ഇൻസ്റ്റാൾ ഇമേജ് മാജിക് എന്ന് അടിച്ചാൽ മതി. അത് ഇൻസ്റ്റാൾ ആയിക്കോളും. അതുപോലെ തന്നെയാണ് image.pdf ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ PDF ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം ഇമേജസ് എല്ലാം ഉള്ള ഫോൾഡറിൽ നിന്ന് ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ അടിക്കാൻ പോകുന്നതാണ് കമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഇമേജ് മാജിക് ഉപയോഗിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആദ്യം കൺവേർട്ട് എന്നടിക്കുക. അത് കഴിഞ്ഞിട്ട് ഏത് ശ്രേണിയിലാണോ ചിത്രങ്ങൾ PDF ആകേണ്ടത് ആ ഓർഡറിൽ ചിത്രങ്ങളുടെ മുഴുവൻ പേരും അടിക്കുക. അപ്പോൾ 1.jpg 2.jpg അങ്ങനെ അടിച്ചു പോവാം. അത് കഴിഞ്ഞിട്ട് PDF ഔട്ട്പുട്ടായി കിട്ടുന്ന PDFൻ്റെ പേര്, ഇപ്പോൾ റാൻഡം പേര് നമ്മളിവിടെ അടിക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ ആ പേരിലൊരു PDF ആയിട്ട് മുഴുവൻ ചിത്രങ്ങളും ഒറ്റ PDF ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോൾഡറിൽ ഇതേപോലെ ചിത്രങ്ങളെല്ലാം 1 2 3 4 എന്ന ഓർഡറിൽ ഏത് ഓർഡർ ആവാം, ഒരു ഓർഡറിലാണ് നെയിമിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരോ പേരായിട്ട് സെപ്പറേറ്റ് അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യം കൺവേർട്ട് എന്നടിക്കുക. അത് കഴിഞ്ഞിട്ട് star.jpg. അപ്പോൾ .jpg എന്ന എക്സ്റ്റൻഷനുള്ള ആ ഫോൾഡറിലെ മുഴുവൻ ചിത്രങ്ങളും ഒരു ഓർഡറിൽ ഒറ്റ സിംഗിൾ PDF ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് PDFൻ്റെ പേര്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ, ഒരുപാട് ഇമേജസ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് വളരെ എളുപ്പമായിരിക്കും. അതും PDF ആയി കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തേത് നമുക്ക് ഇമേജ് മാജിക് ഉപയോഗിച്ച് image.pdf ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം img2 PDF എന്നടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇമേജസിൻ്റെ പേരടിക്കുക. അത് കഴിഞ്ഞിട്ട് -output എന്നടിച്ച് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ടായി കിട്ടേണ്ട PDFൻ്റെ പേര്. അപ്പോൾ അതും വളരെ എളുപ്പത്തിൽ നമുക്ക് PDF ആയിട്ട് ലഭിച്ചു. കൺവേർട്ട് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ ഇമേജസ് കുറച്ചും കൂടി കംപ്രസ് ആകുന്നുണ്ട്. അപ്പോൾ image.pdf ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റിയിൽ ഇമേജസ് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രത്യക്ഷമായിട്ട് വലിയ വ്യത്യാസം തോന്നില്ല. രണ്ടും വളരെ എളുപ്പത്തിലുള്ള മാർഗ്ഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലടിക്കുക. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ.